ഇന്ന് നമ്മൾ വിയറ്റ്നാമിലെ ഡാനാങ്ങിലാണ് കേട്ടോ സ്റ്റേ ചെയ്യണത്. അപ്പോൾ ഡാനാങ്ങിലെ ഡ്രാഗൺ ബ്രിഡ്ജ് എന്ന് പറയുന്ന ബ്രിഡ്ജ് ഭയങ്കര ഫേമസ് ആണല്ലോ. ഡ്രാഗണിൻ്റെ ഷേപ്പിൽ ഫുൾ ലൈറ്റഡായിട്ട് വൈകുന്നേരമായാൽ നല്ല ലൈറ്റഡായിട്ട് നല്ല ഭംഗിയിൽ കളറൊക്കെ മാറിക്കൊണ്ടുണ്ടാവും. ആ ബ്രിഡ്ജ് റിവറിൻ്റെ നേരെ മുകളിലുള്ളൊരു ബ്രിഡ്ജാണ്. അതിൻ്റെ താഴെ ലൈറ്റഡായിട്ടുള്ള ആ ഡ്രാഗൺ ഇങ്ങനെ റിവറിലുള്ള റിഫ്ലക്ഷൻ കൂടി കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഈവനിങ് ആയിക്കഴിഞ്ഞാലാണ് ഏറ്റവും രസം. ഞങ്ങളതിൻ്റെ തൊട്ട റിവറിൻ്റെ കരയിലുള്ള പാരിയാട്ട് റിവർ ഫ്രണ്ട് എന്ന് പറഞ്ഞൊരു റിസോർട്ടിലാണ് താമസിച്ചൊരു ഹോട്ടലിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ വൈകുന്നേരം ഒന്ന് ഇങ്ങനെ ആ റിവറിൻ്റെ സൈഡ് കൂടിയൊക്കെ ഒന്ന് നടക്കാൻ പോയി. നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. അവിടുന്ന് ആ റിവറും അതിലേക്ക് ഇങ്ങനെ ഫുള്ള് ബിൽഡിങ്ങുകൾ ഇങ്ങനെ ചാരി നിൽക്കുകയാണ്. അപ്പോൾ അവിടുത്തെ സ്ട്രീറ്റ് ഫുഡ് ഒന്ന് കഴിക്കാമെന്ന് വെച്ചിട്ട് ഏതൊരു സ്ട്രീറ്റിലുള്ള സാധാരണ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. അവിടെ ഫുള്ള് അവരുടെ കുറേ റൈസുകളും പിന്നെ കുറേ സൂപ്പി നൂഡിൽസ് പോലത്തെ വെള്ളത്തിലുള്ള ഒരു നൂഡിൽസുമാണ് അവിടെ ഫേമസ് ആയിട്ട് എല്ലാവരും കഴിക്കുന്നത്. ഇതൊരു സീ ഫുഡ് നൂഡിൽസാണ് കേട്ടോ. എല്ലാ സീ ഫുഡും ഉണ്ട്, പ്രോൺസും സ്ക്വിഡും അങ്ങനെ കുറേ മിക്സഡ് ആയിട്ടുള്ള സീ ഫുഡൊക്കെ ഉള്ള ഒരു ഫ്രൈഡ് റൈസൊക്കെ കഴിച്ചത്. എല്ലാത്തിൻ്റെയും കൂടി ഒരു സൂപ്പ് പോലെ കുറച്ച് നമ്മുടെ കഞ്ഞിവെള്ളമൊക്കെ പോലെ കുറച്ച് ചൂടുള്ള ഒരു വെള്ളത്തിൽ കുറേ ലീവ്സൊക്കെ ഇട്ടിട്ട് ഉപ്പും പെപ്പറൊക്കെ ഇട്ട് തരും. അത് കുടിക്കാൻ നല്ല രസമായിരുന്നു. നമ്മൾ കഞ്ഞിവെള്ളം കുടിക്കുന്ന പോലെയാണ് ഈ നൂഡിൽസിൻ്റെയും ഫ്രൈഡ് റൈസിൻ്റെയൊക്കെ കൂടെ ഇവർ ഒരു പാത്രത്തിൽ ചൂടുവെള്ളത്തിൽ ഈ ലീവ്സൊക്കെ ഇട്ടിട്ട് തരും. അതും അവിടെ മാത്രം കണ്ട ഒരു വെറൈറ്റിയാണ്. പിന്നെ നമ്മൾ ഡ്രാഗൺ ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടി നടന്ന് പോകാൻ തീരുമാനിച്ചു. എന്നിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്തൊരു നൈറ്റ് മാർക്കറ്റ് ഉണ്ട്. വീക്കെൻഡ് മാർക്കറ്റ് അല്ല കേട്ടോ, എല്ലാ ദിവസവും ഉള്ള മാർക്കറ്റാണ്. അപ്പോൾ നമ്മൾ നടക്കുന്ന വഴി ഫുള്ള് ഇങ്ങനെ സ്ട്രീറ്റിൽ ഇങ്ങനെ ടേബിളും ചെയറൊക്കെ ഇട്ട് ആൾക്കാരിങ്ങനെ ഭക്ഷണം കഴിക്കുകയാണ്. അവിടുത്തെ രീതിയാണത്. വൈകുന്നേരമായി കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് റോഡ് സൈഡിൽ ഇങ്ങനെ സ്ട്രീറ്റിൽ ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കും ഇരുന്നിട്ട്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഹോട്ടൽ. പാരിയാട്ട് റിവർ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നേരെ റിവറിനെ ഫേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഹോട്ടലാണ്. ഒരു 4 സ്റ്റാർ ഹോട്ടലാണ്. നല്ല ഹോട്ടലാണ്. അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഡ്രാഗൺ ബ്രിഡ്ജ് അതിൻ്റെ ഹോട്ടലിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. ഏറ്റവും മുകളിലത്തെ റെസ്റ്റോറൻറ്റ്, സ്വിമ്മിംഗ് പൂളും റെസ്റ്റോറൻറ്റൊക്കെ ഉള്ളത് കറക്റ്റായിട്ട് ആ ഡ്രാഗൺ ബ്രിഡ്ജിനെ ഫേസ് ചെയ്തിട്ടാണ്. നേരെ റെസ്റ്റോറൻറ്റിൽ നിന്നാലുള്ള വ്യൂ ആണത്. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. അപ്പോഴേക്കും ഇങ്ങനെ ലൈറ്റഡൊക്കെ ആയി ഫുൾ ബിൽഡിങ്സൊക്കെ ലൈറ്റഡായി എല്ലാത്തിൻ്റെയും റിഫ്ലക്ഷനും നമുക്ക് ഇങ്ങനെ പുഴയിൽ കാണുന്നുണ്ട്. അങ്ങനെ നല്ല അടിപൊളി ഒരു വ്യൂ ആണ് ആ ഒരു ഈവനിങ് ആയി കഴിഞ്ഞാൽ ആ ഹോട്ടലിൽ നിന്നുള്ള വ്യൂവും അതുപോലെ ആ റിവറിൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂ ഒക്കെ. അങ്ങനെ ഞങ്ങൾ നടന്നു പോകാൻ തുടങ്ങിയ ഡ്രാഗൺ ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടി ഒന്ന് ക്രോസ് ചെയ്തിട്ട് അതിൻ്റെ അപ്പുറത്തുള്ളൊരു നൈറ്റ് മാർക്കറ്റ് ഉണ്ട്. സൺട്രാ നൈറ്റ് മാർക്കറ്റ് എന്നാട്ടോ അതിൻ്റെ പേര്. ഇത് കണ്ടപ്പോൾ കളർ വീണ്ടും മാറി. അത് ബ്ലൂ കളറായി. അത് ബ്ലൂവും റെഡും വയലറ്റും ഓറഞ്ചും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ 5 മിനിറ്റിലും അതിങ്ങനെ കളർ മാറുന്നുണ്ട്. പിന്നെ ഈ വീക്കെൻഡ്സിലാണെങ്കിൽ സാറ്റർഡേയ്സും സൺഡേയ്സും രാത്രി ഒരു 9 മണിൻ്റെ 9:30 ഇടയ്ക്ക് ഈ ഡ്രാഗൺ തീ തുപ്പുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. നമ്മൾ വീക്കെൻഡിലല്ല ഇവിടെ നിന്നത്. അപ്പോൾ ഡ്രാഗണിൻ്റെ വായിൽ നിന്ന് തീ തുപ്പുകയൊക്കെ ചെയ്യും. അപ്പോൾ അത് കാണാൻ വേണ്ടി മാത്രം ഒരുപാട് ടൂറിസ്റ്റുകൾ ആ വീക്കെൻഡിൽ അവിടെ വരാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഫുള്ള് നടന്ന് ആ ഡ്രാഗൺ ബ്രിഡ്ജിൻ്റെ മുകളിലൊക്കെ എത്തി. പോണ വഴി കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഉള്ള ഗാർഡനൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഡ്രാഗൺ ബ്രിഡ്ജ് കാണാൻ നല്ല ഭംഗിയായിട്ട് മുകളിൽ കൂടി നടക്കുമ്പോഴും നല്ലൊരു വ്യൂ ആണ്. ഒരു സൈഡിൽ റിവർ ആയതുകൊണ്ട് തന്നെ, മറ്റേ സൈഡിലാണെങ്കിൽ ഫുള്ള് ബിൽഡിങ്ങും നല്ല ലൈറ്റഡ് ആയിട്ടുള്ള ബിൽഡിങ്സ്. ഇതാണ് കേട്ടോ നൈറ്റ് മാർക്കറ്റ്. നമുക്ക് നടക്കുമ്പോൾ തന്നെ ഇങ്ങനെ കാണാം. സൺട്രാ നൈറ്റ് മാർക്കറ്റ് എന്നാണ്. ഇത് വീക്കെൻഡ് മാർക്കറ്റ് അല്ല കേട്ടോ, എല്ലാ ദിവസവും ഇത് നൈറ്റ് മാർക്കറ്റ് ഉണ്ട്. ഒരു 6 മണിയൊക്കെ ആകുമ്പോഴാണ് ഇത് ഓപ്പൺ ചെയ്യുക. രാത്രി 11 മണി വരെ ഉണ്ടാവും. ഒരുവിധം എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും കേട്ടോ. ഡ്രസ്സ് ഐറ്റംസ് കുറേ ഉണ്ട്. പക്ഷേ ഇവിടെ ഈ മാർക്കറ്റിൽ ഡ്രസ്സ് ഐറ്റംസിനേക്കാൾ കൂടുതൽ കുട്ടികൾക്കുള്ള ടോയ്സ്, അതുപോലെ ഹാറ്റുകൾ, പിന്നെ അവരുടെ വിയറ്റ്നാമീസ് തൊപ്പി ഉണ്ടല്ലോ, നല്ല ഭംഗിയുള്ള തൊപ്പികൾ. സാധാരണ കാണുന്ന പോലെയല്ല, ഫുൾ എംബ്രോയ്ഡറിയും കുറേ വർക്കും ഒക്കെ ചെയ്ത് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് നല്ല ഭംഗിയാക്കിയ കുറേ ഹാറ്റുകളുണ്ട്. ഹാറ്റ് അവിടെ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ കുറേ ഫ്രിഡ്ജ് മാഗ്നറ്റ് അങ്ങനത്തെ കുറേ സാധനങ്ങൾ. ഇത് കണ്ടോ, കുറേ ഈ ഗേൾസിനെ പറ്റിയ ഹെയർ ബാൻഡുകൾ, പിന്നെ അവരുടെ വിഷറി ഇല്ലേ, വിയറ്റ്നാമീസിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള മടക്കുന്ന മാറ്റ് കൊണ്ട് ഉണ്ടാക്കിയ വിഷറി, അതൊക്കെ നല്ല ഭംഗിയുള്ള പല ഡിസൈനിലും കളറിലും ഒക്കെ ഉള്ളതുണ്ട്. പിന്നെ കുറേ ഹെയർ ക്ലിപ്പുകൾ, ഇത് എയറോപ്ലെയിനിലൊക്കെ പോകുമ്പോൾ നമ്മൾ കഴുത്തിൽ വെക്കുന്നത്. പിന്നെ കുറേ ചീപ്പ്, കുറേ ടോയ്സ്, ബോളുകളും കുറേ സോഫ്റ്റ് ടോയ്സും, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഏതാ വാങ്ങേണ്ടത് കൺഫ്യൂഷനായിപ്പോവും. പിന്നെ ഇവരുടെ ഈ ഗ്രീറ്റിംഗ് കാർഡുകൾ, കുറേ ടോയ്സ്, അല്ലെങ്കിൽ ഗേൾസിന് പറ്റിയ ടോയ്സും കുറേ ഈ ബണ്ണികളും, അങ്ങനെ ഒരുപാട് ടോയ്സും ഹാറ്റും ഒക്കെ ആയിട്ട്. പിന്നെ കുറേ ഫ്രൂട്ട് ഐറ്റംസ്. ഇതാണ് കേട്ടോ സ്നേക്ക് ഫ്രൂട്ട് എന്ന് പറഞ്ഞൊരു ഫ്രൂട്ടാണ്. ഇത് ഞാനിതുവരെ കഴിച്ചിട്ടില്ല. ഇവിടെ എല്ലാ ഷോപ്പിലും ഇരിക്കുന്നുണ്ട്. സ്നേക്ക് ഫ്രൂട്ട് എന്നാണ് ഇതിൻ്റെ പേര് പറഞ്ഞത്. പിന്നെ മാംഗോസൊക്കെ നല്ല ടേസ്റ്റുമാണ്. പിന്നെ അവിടുത്തെ മാംഗോസ് നല്ല മധുരമാണ്. എല്ലാം നല്ല യെല്ലോ കളറാണ്, ഗ്രീനൊന്നുമല്ല. ഫുള്ള് നല്ല തിക്കും ഫ്ലഷി ആയിട്ടുള്ള ഇതാണ്. പിന്നെ കുറേ ഡ്രൈഡ് മാംഗോസും ഡ്രൈഡ് പൈനാപ്പിളും. നല്ല പഴുത്ത മാങ്ങ ഇങ്ങനെ ഡ്രൈഡാക്കി വെച്ചേക്കുക. നമ്മളവിടെ ഈ ഡ്രൈ ഫ്രൂട്ട്സിൽ സാധാരണ മാംഗോ അങ്ങനെ കോമണായി കാണാറില്ല. ഇവിടെ വളരെ കോമണാന്ന് തോന്നുന്നു. പിന്നെ കുറേ ടൈപ്പ് ഹാറ്റ് ഉണ്ട് കേട്ടോ, നല്ല ഭംഗിയുള്ള ഹാറ്റുകൾ, കുറേ മയിലുകളും, അങ്ങനെ കുറേ സോഫ്റ്റ് ടോയ്സ്. പിന്നെ ഈ ചെരുപ്പുകളും അതെ ഭയങ്കര കോമണാണ്. നമ്മുടെ ക്രോക്സിൻ്റെയൊക്കെ പോലത്തെ ചെരുപ്പുകൾ, ഡെയിലി യൂസിന് പറ്റിയ ചെരുപ്പുകൾ ഒരുപാടുണ്ട്. പിന്നെ കുറേ മസാജ് സെൻറ്റേഴ്സും ബിയർ പാർലേഴ്സൊക്കെ അതിൻ്റെ ഇടയിലുണ്ട്. അത് വന്ന് ഇങ്ങനെ ആളുകളെ വിളിച്ചുകൊണ്ടേയിരിക്കും. മറ്റേ ഹാപ്പി അവർ, ബൈ 1 get 1 ഫ്രീ എന്നൊക്കെ പറഞ്ഞ് മസാജിന്
ഈ ലേഡീസ് നിന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഈ മാറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ബാഗുകൾ, ഇതും ഇവിടെ എല്ലാ നൈറ്റ് മാർക്കറ്റ്സിലും ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇപ്പോൾ ഒരു ടോയ് വാങ്ങാൻ പോകണമെന്നൊക്കെ വിചാരിച്ചിട്ട് ബാറ്ററിയൊക്കെ ഇട്ട് ട്രൈ ചെയ്തൊക്കെ നോക്കി. പക്ഷേ ഇതെന്താ സാധനം എന്ന് മനസ്സിലായില്ല. ഞാൻ ആദ്യം വിചാരിച്ചത് ഇതൊരു ബബിൾ മേക്കറാണെന്നാണ്. കുറേ കുഴിയൊക്കെ കണ്ടപ്പോൾ പ്രസ് ചെയ്താൽ ബബിൾസ് വരുന്ന ബബിൾ മേക്കറാണെന്ന് വിചാരിച്ചിട്ട് ബാറ്ററിയൊക്കെ ഇട്ട് കാണിച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ അവർ ബാറ്ററിയൊക്കെ ഇട്ടത് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെ ലൈറ്റൊക്കെ കത്തുകയാണ്. എന്തോ ഒരു ഗെയിമാണ്, എങ്ങനെയോ കളിക്കേണ്ട ഒരു ഗെയിം. അതെങ്ങനെ കളിക്കേണ്ടതാണെങ്കിൽ ഒരു ഐഡിയ കിട്ടിയില്ല. അത് കാരണം പിന്നെ ഇങ്ങനെ കണ്ടോ, അങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഒരു ലൈറ്റ് വരിക, അങ്ങനെ എന്തൊക്കെയോ ഷേപ്പിലാക്കി, അങ്ങനെ എന്തോ ആണ് ഈ സാധനം. ഇതെന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. അത് കാരണം ഞാൻ അവന് പറഞ്ഞു കൊടുക്കാൻ അറിയില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാനത് വാങ്ങിയില്ല, സ്കിപ്പ് ചെയ്തു. പിന്നെ നടന്ന് വേറെ ഈസി ആയിട്ടുള്ള 1-2 ടോയ്സൊക്കെ വാങ്ങി, മനസ്സിലാക്കാൻ എളുപ്പമുള്ളത്. പിന്നെ ഇത് കണ്ടോ, ഈ മാറ്റ് കൊണ്ട് തന്നെ കുറേ കൂമൻ്റെ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അത് ട്രേ ആണ് ബാക്കി കണ്ടത്. നല്ല ഭംഗിയുള്ള ഷെല്ലൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത ട്രേ. എന്താ പറഞ്ഞാൽ വിയറ്റ്നാമീസ് ഹാറ്റ്, നല്ല ഭംഗിയുള്ള. സാധാരണ എല്ലാവരും ഉള്ളിലാണ് പെയിൻറ്റിങ്സൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഫുള്ള് പുറത്ത് തന്നെ കാണുന്ന വിധത്തിൽ നല്ല ഭംഗിയുള്ള ഈ എംബ്രോയ്ഡറി ചെയ്ത ക്ലോത്ത് കൊണ്ട് കട്ട് ചെയ്തതും പിന്നെ പെയിൻറ്റിങ്സ് ചെയ്തതും അങ്ങനെ നല്ല ഭംഗിയുള്ള ഹാറ്റുകളായിരുന്നു. ഈ ഹാറ്റ് അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഒരു ലേഡി അവിടെ പാട്ടൊക്കെ പാടി ഇങ്ങനെ ഭയങ്കര ജോളിയായി, ഭയങ്കര ഹാപ്പിയായി. ഇങ്ങനെ ഹാറ്റും പിന്നെ മാറ്റും കൊണ്ടുള്ള ട്രേയും ഓരോ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ കുറേ ഈ തലചൊറിയണ സാധനം, അങ്ങനെ കുറേ സാധനങ്ങൾ അവിടെ ഇങ്ങനെ മോതിരങ്ങൾ, കുറേ ഓർണമെൻറ്റ്സ് ഉണ്ട് കേട്ടോ. കുറേ ഗേൾസിനൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് വാങ്ങാനുണ്ടാവും. ഒരുപാട് മോതിരങ്ങളും മാലകളും പിന്നെ കുറേ ഓർണമെൻറ്റ്സ് ഉണ്ട്. പിന്നെ കുറേ കീ ചെയിൻസ്, ഫ്രിഡ്ജ് മാഗ്നറ്റ്സ്, ഫുള്ള് വിയറ്റ്നാമിൻ്റെ ഓരോ പ്ലേസിൻ്റെയും ഡാനാങ് എഴുതിയതും ഹൊയ്യാൻ എഴുതിയതും അങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ കുറേ നല്ല ഭംഗിയുള്ള ഹാൻഡിക്രാഫ്റ്റ് സാധനങ്ങളുണ്ട്, കീ ചെയിൻസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. കുറേ പെയിൻറ്റിങ്സ് ഉണ്ട്. ഇതൊക്കെ ഇങ്ങനെ ആ മരത്തിൻ്റെ കുറേ ഇങ്ങനെ ഷോ പീസുകൾ ഒരുപാടുണ്ട്. വിയറ്റ്നാമിൻ്റെ പേരെഴുതിയതും ഗിഫ്റ്റായിട്ട് സൊവനീറായിട്ട് കൊണ്ടുപോകാൻ പറ്റിയതൊക്കെ. പിന്നെ ഒരു ഏരിയ ഫുള്ള് ഫുഡാണ്. അപ്പം നല്ല വെറൈറ്റി ഫുഡ്. ഇതാ മറ്റേ ഐസ്ക്രീം കേട്ടോ, റോൾ ചെയ്യുന്ന ഐസ്ക്രീം ഉണ്ടല്ലോ, ഐസിൻ്റെ മുകളിൽ ഇങ്ങനെ ഷീറ്റാക്കി പരത്തിയിട്ട് ഇങ്ങനെ റോൾ ചെയ്യുന്ന റോൾ ഐസ്ക്രീം. അതിപ്പോൾ നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലും വലിയ മാളുകളിലൊക്കെ കാണാറുണ്ട്. അങ്ങനത്തെ റോൾ ഐസ്ക്രീമാണ് കേട്ടോ ഫസ്റ്റ് കണ്ടത്. അത് നല്ല ടേസ്റ്റാണ്. പിന്നെ എല്ലായിടത്തും ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിലും ഉള്ളത് തന്നെയാണ്. എല്ലാ ഫ്ലേവറും ഉണ്ട്. ഇഷ്ടമുള്ള ഫ്ലേവർ വേണമെങ്കിൽ ട്രൈ ചെയ്യാം. പിന്നെ നമ്മൾ ആ പൊട്ടറ്റോ സ്പൈറൽസും അത് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ കോമൺ ആണ്. പിന്നെ ഇത് കണ്ടോ, വെണ്ടക്ക ഗ്രില്ല് ചെയ്യാൻ വേണ്ടി നിറയെ കൊല്ല് കുത്തി വെച്ചേക്കുക. വെണ്ടക്ക ഗ്രില്ലൊന്നും നമ്മളങ്ങനെ കാണാറില്ല. പിന്നെ ഒരു ഇലയിൽ പൊതിഞ്ഞ് എന്തൊരു സാധനം എല്ലാവരും കഴിക്കണ്ടേ. ഞങ്ങൾ ട്രൈ ചെയ്തൊന്നുമില്ല. ഒരു വാഴയുടെ ഇല പോലെ ഒരു ഇലയിൽ ഇങ്ങനെ ചുരുട്ടി എന്തോ ഫില്ലിങ് വെച്ചിട്ട് ഒരു കോലുമ്പോൾ കുത്തി ഗ്രില്ല് ചെയ്ത് ഇങ്ങനെ കൊടുക്കുക. ആൾക്കാരിങ്ങനെ കഴിക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ ഉണ്ട്. പിന്നെ അവിടെ കോമൺ ആണ് പോർക്ക്. പിന്നെ ഇതാണ് നമ്മളെ നീരാളി, ഒക്ടോപ്പസ് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ മസാലയൊക്കെ ചെയ്ത് മാരിനേറ്റ് ചെയ്തേക്കുക. കാണുമ്പോൾ ഇങ്ങനെ ഫുൾ അതിൻ്റെ ഇതൊക്കെ ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ഷെല്ലിൻ്റെ ഒട്ടിപ്പിടിക്കുന്ന സാധനം ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ നല്ല പ്രോമിനൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. കണ്ടാൽ ഇങ്ങനെ ഒരു ചെറിയ പേടിയൊക്കെ തോന്നും. എന്നാലും ഗ്രില്ല് ചെയ്താൽ നല്ല ടേസ്റ്റാണെന്നാണ് അവർ പറഞ്ഞത്. ഫുള്ള് ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ട്രൈ ചെയ്തൊന്നുമില്ല, കണ്ടപ്പോൾ ഒരു പേടി, കഴിക്കാൻ തോന്നിയില്ല. പിന്നെ ഇങ്ങനെ ഒരു റോട്ടി പോലെ അതിൻ്റെ ഉള്ളിൽ കുറേ ഫില്ലിങ്സ് വെച്ചിട്ട് ചിക്കനോ ഇവരുടെ എന്ത് മീറ്റാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഫില്ലിങ്ങൊക്കെ വെച്ച് കുറേ വെജിറ്റബിൾസൊക്കെ വെച്ച് ഗ്രില്ല് ചെയ്ത് തരുന്നുണ്ട്. ഇത് ഫുള്ള് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി വെച്ചേക്കാണ്. ഒക്കെ ഇങ്ങനെ കുറച്ചൊന്ന് ഇതാക്കിയിട്ടുണ്ടാവും. നമ്മൾ പറഞ്ഞ ഉടനെ അതൊന്ന് ഒരു ഫുള്ളി അവർ ഗ്രില്ലാക്കി തരും. കുറേ ബാർബിക്യൂ, കുറേ വെണ്ടയ്ക്കയും കുറേ മഷ്റൂം മീറ്റിൻ്റെ റോളിൻ്റെ ഉള്ളിൽ വെച്ചതും അങ്ങനെ കുറേ വെറൈറ്റി ഇതുവരെ കാണാത്ത കുറേ സാധനങ്ങൾ കണ്ടു. കുറച്ചെണ്ണൊക്കെ ട്രൈ ചെയ്തു കേട്ടോ. ഇത് പിന്നെ ഫുൾ മസിൽസ്, കുറേ മസിൽസും ഓയിസ്റ്റേഴ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ സാധാരണ കിട്ടുന്ന ആ മസിലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ ഗ്രില്ല് ചെയ്ത് അതിൻ്റെ ഉള്ളിലത്തെ അതിങ്ങനെ വെന്ത് വരുമ്പോൾ ഇങ്ങനെ എടുത്ത് കഴിക്കണമൊക്കെ ഉണ്ട്. ഷെല്ലോട് കൂടി ഗ്രില്ല് ചെയ്തിട്ടൊക്കെയാണ് അവർ കൊടുക്കുന്നത്. ഇങ്ങനെ ഒരുപാട് ഫുഡ് ഐറ്റംസ്, ഒരു ഭൂരിപക്ഷം ഈ ഗ്രിൽഡ് സാധനങ്ങളാണ് കേട്ടോ. ഈ ഗ്രില്ല് ചെയ്യാനുള്ള ഇറച്ചിയും മീനും സീ ഫുഡും ഒക്കെ. പിന്നെ ഇത് നല്ല പച്ചയ്ക്ക് മീൻ വലുത്, നമുക്ക് വേണമെങ്കിൽ ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഗ്രില്ല് ചെയ്ത് തരും. അത്യാവശ്യം നല്ല വിലയുണ്ട് കേട്ടോ. 600-700 ഒക്കെ കെ ഡോങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 1500-1600 അത്രയും സൈസ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഇത് പിന്നെ അവരുടെ കരിമ്പ് ജ്യൂസ്, അത് ഭയങ്കര ഫ്രഷും നല്ല റിഫ്രഷിങ്ങുമാണ് കേട്ടോ. വലിയ റേറ്റും ഇല്ല. ഒരു 30,000 ഡോങ് ആണ്. 30,000 ഡോങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു 100 രൂപയ്ക്കേ വരുള്ളൂ. ഇത് പിന്നെ അവോക്കാഡോ സ്മൂത്തി, ഇത് നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ, അവോക്കാഡോ സ്മൂത്തി. ഇത് പിന്നെ ഇങ്ങനെ ഒരു കോമ്പോസ് ഉണ്ടാക്കി വെച്ചേക്കുക. കുറേ എഗ്ഗും കുറേ നമ്മുടെ പ്ലാറ്ററൊക്കെ ഉണ്ടാവില്ലേ നമ്മളവിടെ, അതുപോലെ കുറച്ച് ഗ്രിൽഡ്, കുറച്ച് കബാബ്സ്, ഇങ്ങനെ കുറച്ച് റോട്ടികൾ, ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കുറേ കോംബോ ഒക്കെ. ഒന്നും കഴിക്കാനുള്ള സ്ഥലം നമുക്കുണ്ടായിരുന്നില്ല. ഓൾറെഡി ഫ്രൈഡ് റൈസൊക്കെ കഴിച്ചിട്ടാണല്ലോ വന്നത്. അതുകൊണ്ട് ഇങ്ങനെ ചെറുതായിട്ടുള്ള 1-2 സാധനങ്ങളൊക്കെ ട്രൈ ചെയ്തോളൂ. ഇതെല്ലാം കൂടി ഒന്നും കഴിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ല. അവിടെ പിന്നെ കണ്ടൊരു കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര ഹൈറ്റ് കുറഞ്ഞ ചെയർസ്. നമ്മുടെ നാട്ടിൽ കുട്ടികൾക്ക് ഇടൂലേ, അത്രയും ഹൈറ്റുള്ള ചെയറിലാണ് എല്ലാവരും ഇരിക്കുന്നതും. നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഈ മാർക്കറ്റ്സിലൊക്കെ ഇട്ടേക്കുന്ന ഫുള്ള് ചെയറും ഭയങ്കര താന്നിട്ട് നമ്മളിങ്ങനെ കുനിഞ്ഞിരിക്കണം. അവർക്ക് അതാണ് തോന്നുന്നു ശീലം. എല്ലാവർക്കും ആ സൈസിലാണ് അവർ ഇട്ടേക്കുന്നത്.
ചെയറുകളൊക്കെ. ഇത് ഞങ്ങൾ ട്രൈ ചെയ്തു കേട്ടോ. ഒരു റോട്ടി പോലെ നമ്മൾ എഗ്ഗ് റോട്ടിയാണ്, നമ്മൾ അതിൻ്റെ ഉള്ളിൽ എഗ്ഗും പിന്നെ കുറേ വെജിറ്റബിൾസൊക്കെ ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഒരു സോസും പിന്നെ എന്ത് ഓർഡർ ചെയ്താലും ഒരു പാത്രം ഫുള്ള് ലീവ്സ്, പല പല ലീവ്സും അതിൻ്റെ കൂടെ തരും. നമുക്ക് ഇത്രയൊന്നും കഴിച്ച് ശീലമല്ലല്ലോ, അവരെല്ലാവരും അത്രയും കഴിക്കുകയും ചെയ്യും. കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സാണ് തോന്നുന്നത് അവരുടെ. ഒരുപാട് ലീഫി വെജിറ്റബിൾസ്, കുറേ ഗ്രീൻ ലീവ്സ് എല്ലാത്തിൻ്റെയും കൂടെ അവർ ഈ സോസൊക്കെ ഒഴിച്ച് കഴിക്കും. ഇത് പിന്നെ ഡുറിയാൻ, നമ്മൾ മലേഷ്യയിൽ സ്ഥിരം കാണുന്ന ഡുറിയാൻ, തായ്ലൻഡിലും മലേഷ്യയിലൊക്കെ ഉണ്ടാകുന്ന. പിന്നെ അങ്ങനെ കുറേ മസിൽസിൻ്റെ സ്റ്റോളും കുറേ ഫുഡ് സ്റ്റോൾസ് തന്നെയായിരുന്നു. ഒരു ഏരിയ ഫുള്ള് ഫുഡാന്ന് പറയാം. ഫുഡ് കണ്ട് മടുത്തു എന്ന് പറയാം ശരിക്കും. ഇതൊക്കെ കണ്ടിട്ട് ഈ പച്ചക്ക് ഇങ്ങനെ ഇരിക്കുകയാണ്. അവർ ജസ്റ്റ് അങ്ങോട്ട് ഗ്രില്ല് ചെയ്ത് തരും. അതൊക്കെ ആൾക്കാരിങ്ങനെ കഴിക്കുന്നുണ്ട്. നേരിട്ട് ഇങ്ങനെ അടുപ്പിൻ്റെ മുകളിൽ വെക്കുക. വേണ്ടവർക്ക് സ്പൈസസ് ഇടാം, അല്ലെങ്കിൽ ആ സോസൊക്കെ ഒഴിച്ച് ആൾക്കാരിങ്ങനെ കഴിക്കുന്നുണ്ട്. പിന്നെ കുറേ ഓർണമെൻറ്റ്സ് കേട്ടോ, മോതിരങ്ങളുണ്ടായിരുന്നു. ആണുങ്ങൾക്കൊക്കെ പറ്റിയതായാലും നല്ല ഭംഗിയുള്ള കല്ലിൽ വെച്ച മോതിരങ്ങൾ, അങ്ങനെ കുറേ നല്ല ഭംഗിയുള്ള കുറേ ഉണ്ട്. ഗോൾഡൻ കളറും സിൽവർ കളറും ബ്ലാക്ക് മെറ്റലിൻ്റെ കളറും ഒക്കെ. പിന്നെ കുറേ ഫ്രിഡ്ജ് മാഗ്നറ്റും കുറേ ഇറേസേഴ്സും, അങ്ങനെ കുറേ കുട്ടികൾക്ക് പറ്റിയതും കുറേ ഷോ പീസുകൾ, നല്ല ഭംഗിയുള്ള കുറേ ഹാറ്റുകളുണ്ടായിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹാറ്റുകളും ബക്കറ്റ് ടൈപ്പ് ഹാറ്റുകളും ഒക്കെ. അങ്ങനെ കുറേ ടൈപ്പ് ഹാറ്റ് കണ്ടു. അങ്ങനെ നൈറ്റ് മാർക്കറ്റ് ഫുള്ള് നമ്മൾ 2 മണിക്കൂർ കൊണ്ട് കറങ്ങി. ഇത് പിന്നെ ഫുൾ ടോയ്സിൻ്റെ ഏരിയ കേട്ടോ. കുറേ ടോയ്സ് ഉണ്ട്, പിന്നെ കുറേ ഡെക്കറേറ്റ് ചെയ്ത ഷെല്ലും ഉണ്ട്, ഡെക്കറേറ്റ് ചെയ്ത സാധനങ്ങൾ, കുറേ വാച്ചുകൾ ഒക്കെ ഇങ്ങനെ കണ്ട് നടക്കാൻ തന്നെ നല്ല രസമാണ്. പിന്നെ ആ ബബിൾസ് അമർത്തുന്ന ടോയ്, അതവിടെ ഭയങ്കര കോമൺ ആണെന്ന് തോന്നുന്നു. നമ്മളവിടെ അങ്ങനെ കണ്ടിട്ടില്ല. ഇങ്ങനെ കുറേ ടോയ്സിൻ്റെയും മാലകളുടെയും ഓർണമെൻറ്റ്സിൻ്റെയും ഒക്കെ സെക്ഷൻ കണ്ടു. 2 മണിക്കൂർ കൊണ്ട് അത് ഫുള്ള് നമ്മൾ കവർ ചെയ്തു. പിന്നെ നമ്മൾ വീണ്ടും ആ ഡ്രാഗൺ ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടി തന്നെ നടന്ന് നമ്മൾ ഹോട്ടലിലേക്ക് പോയി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തോന്നുന്നു. രാത്രിയായപ്പോൾ ഫുൾ ലൈറ്റഡായിട്ട് ഭയങ്കര വ്യൂ ആണ്. ആ ഡ്രാഗൺ ബ്രിഡ്ജും അതിൻ്റെ റിവറിൻ്റെ സൈഡും അതിൻ്റെ അടിഭാഗവും ഒക്കെ. ഈ ഡ്രാഗൺ ഇങ്ങനെ ലൈറ്റാണെങ്കിൽ കളർ ഇടക്കിടക്ക് മാറിയിട്ട് ഭയങ്കര അടിപൊളി വ്യൂ ആണ് കേട്ടോ അത് കാണാൻ തന്നെ. അപ്പോൾ ശരി, താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി നമുക്ക് അടുത്ത വിശേഷങ്ങളുമായി നമുക്ക് വിയറ്റ്നാമിൻ്റെ അടുത്ത എപ്പിസോഡായിട്ട് പിന്നെയും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ